പ്രിയ സഹോദരങ്ങളെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പലപ്പോഴും നാം വായിച്ചതും നമുക്കൊക്കെ വളരെ സുപരിചിതവുമായ ഒരു തിരുവചന വാക്യമാണ്. വചനമിതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുന്നത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയതു കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വചനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുന്നത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയതു കാണും എന്നുത്തരം പറഞ്ഞു. ദൈവം നമ്മെ കാണുന്ന നിമിഷം, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരും കാണാത്ത, മറ്റാരും ശ്രദ്ധിക്കാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒറ്റപ്പെട്ട വേദനകളുടെ നടുവ്, മനസ്സിൽ മാത്രം പറഞ്ഞ പ്രാർത്ഥനകൾ, ആരും അറിയാത്ത കണ്ണുനീർ തുള്ളികൾ, അതെന്തുമായിക്കൊള്ളട്ടെ, അതേത് വിഷയത്തെ പറ്റിയും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഇന്നത്തെ നമ്മുടെ ധ്യാന വചനത്തിൽ യേശു തമ്പുരാൻ നഥനയേലിനോട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു. അവിടെ ആരുമില്ല, ഒരു സാധാരണ മരം, നിശബ്ദത. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് നഥനയേലിനെ അവിടെ കാണുകയുണ്ടായി. ദൈവത്തിന്റെ കണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുന്ന നഥനയേൽ, അതൊരു ഒറ്റപ്പെടലിന്റെ അടയാളമാണ്. വേദപണ്ഡിതർ പറയുന്നു, അത്തിയുടെ കീഴിൽ ഇരിക്കുക എന്നത് ധ്യാനനിരതനായി, പ്രാർത്ഥനയിലായി, ദൈവത്തെ തേടിയുള്ള ആ ഒരു ഇരിപ്പാണ്. അവയുടെ അടയാളമായിരുന്നു നഥനയേൽ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് വേദപണ്ഡിതർ പറയുന്നത്. നഥനയേൽ ഇവിടെ ഇരുന്നത് ആരെയും കാണുവാൻ വേണ്ടിയായിരുന്നില്ല, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അത് നമ്മളും അങ്ങനെ ഇരിക്കുന്ന നിമിഷങ്ങൾ, നമ്മൾ അങ്ങനെ ഇരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. മറ്റാരും കേൾക്കാത്ത ഒരു പ്രാർത്ഥന, കർത്താവേ, ഇതൊന്നും നീ കാണുന്നില്ലേ എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് അങ്ങനെ നാം ഇരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്തിയുടെ കീഴിൽ നഥനയേലിനെ കണ്ട യേശു തമ്പുരാൻ, നിന്റെ മുറിയിലെ, നീ ഏത് സ്ഥലത്തായിരിക്കുന്നുവോ, നിന്റെ ജോലി സ്ഥലത്തെ, നിന്റെ മൗനത്തിലും നിന്നെ കാണുന്ന ദൈവമാണ്. അത്തിയുടെ കീഴിൽ നഥനയേലിനെ കണ്ട യേശു തമ്പുരാൻ നിന്റെ മുറിയിലെ, നിന്റെ ജോലി സ്ഥലത്തെ, നിന്റെ മൗനത്തിലും നിന്നെ കാണുന്നു. ചെറിയ ഒരു വെളിപ്പാടാണ് അവിടെ, ഒരു വലിയ വിശ്വാസം. യേശു തമ്പുരാൻ ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്തില്ല. ഒരു രോഗിയെയും അവിടെ ആയപ്പോൾ അവൻ സൗഖ്യമാക്കിയില്ല. ഒരു മരിച്ചവനെയും അപ്പോൾ അവൻ ഉയർപ്പിച്ചതുമില്ല. അവിടെ അവൻ പറഞ്ഞത് ഒരു വാചകം മാത്രമാണ്: ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു. ആമേൻ. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു. അത് മാത്രം കേട്ട് നഥനയേൽ വിശ്വസിച്ചു. ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾക്കല്ല, ചെറിയ ഉറപ്പുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു വ്യക്തി പറഞ്ഞ വാചകം, അതിലൂടെ ദൈവം പറയുന്നു: മകനെ, മകളെ, ഞാൻ നിന്നെ
കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു തമ്പുരാൻ അവിടെ പറയുന്നു, നീ ഇതിലും വലിയതു കാണും. വിശ്വാസത്തിന്റെ ഒരു യാത്രയാണ്. ഇവിടെയാണ് യേശു തമ്പുരാന്റെ വാക്കുകൾ ശക്തമാകുന്നത്. അതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിലും വലിയതു കാണും. ആമേൻ. ചെറിയ ഒരു വിശ്വാസം, അതൊരു തുടക്കം മാത്രമാണ്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് വലിയ ഒരു ദർശനമാണ്. നഥനയേൽ പിന്നീട് കണ്ടത് എന്താണ്? അങ്ങനെയുള്ള ഒരു ദർശനമാണ്. സ്വർഗം തുറക്കപ്പെടുന്നത്, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. യേശു തമ്പുരാന്റെ മഹത്വം. ഇന്ന് നീ അനുഭവിച്ച ചെറിയ കൃപകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ചെറിയ കൃപകൾ, നാളെ ദൈവം കാണിക്കുവാൻ പോകുന്ന വലിയ അത്ഭുതത്തിന്റെ തുടക്കമാണ്. നിന്റെ വിശ്വാസം നിന്നു പോകരുത്. അത് മുൻപോട്ട് തന്നെ നടക്കണം. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു സന്ദേശം ഇതാണ്. ദൈവമക്കളെ, ഇന്ന് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നുവോ? ആ ഒരു അനുഭവത്തിലാണോ? നിരാശയുടെ കീഴിൽ, കടബാധ്യതകളുടെ കീഴിൽ, രോഗത്തിന്റെ കീഴിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, കണ്ണുനീരിന്റെ കീഴിൽ, ഒരൊറ്റപ്പെടലിന്റെ കീഴിൽ, കുഞ്ഞേ, യേശു കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നീ കരുതുന്നത് ഇതെല്ലാം ചെറുതല്ലേ എന്ന്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, ഇതൊരു തുടക്കമാണ്. നീ ഇതിലും വലിയതു കാണും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ അത്തിയുടെ കീഴിൽ കണ്ട ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ആരും കാണാത്ത നിമിഷങ്ങളിലും ഞങ്ങളെ കാണുന്നവനായ കർത്താവേ, ഞങ്ങളുടെ ചെറിയ വിശ്വാസങ്ങളെ സ്വീകരിച്ച് ഒരു വലിയ ദർശനത്തിലേക്ക് തമ്പുരാനെ അടിയങ്ങളെ നയിക്കണം. ഇന്നത്തെ ഈ വചന ചിന്തയിലൂടെ, ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുതിയ പ്രത്യാശ വിതച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.